എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ധനുഷിൻ്റെ സംവിധാനത്തിൽ വന്ന റായൻ സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പടത്തിൻ്റെ ആദ്യം കഥാനായകനെ കാണിക്കുന്നത് ഒരു 13 വയസ്സുള്ള ചെക്കനായിട്ടാണ്. ഇവന് ഒരു 2 അനിയന്മാരും ഒരു അനിയത്തി കൈക്കുഞ്ഞുമായിട്ടുണ്ടാവും. ഒരു ദിവസം ഇവരുടെ അച്ഛനും അമ്മയും ഒന്ന് പുറത്ത് പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം ഇവർ തിരിച്ചു വരുന്നില്ല. പിന്നെ ഒരു സാഹചര്യത്തിൽ ഇവരൊരു ഹെൽപ്പ് ചെയ്തിട്ട് അടുത്ത വീട്ടിലേക്ക് പോകുമ്പം അവരിവരെ മിസ്യൂസ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ അയാളെ കൊന്നിട്ട് ഇവൻ അനിയന്മാരെയും അനിയത്തിയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെട്ട് ചെന്നൈയിലെത്തുന്നു. അങ്ങനെ ഇവരെ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കി ഒക്കെ എടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പോലീസ് അധികാരി വരുന്നു. ആ പോലീസ് അധികാരി വന്നിട്ട് 2 ഗ്യാങ്ങുകളെയും നിർമ്മൂലമാക്കണം എന്ന് പറഞ്ഞിട്ടൊരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ ഈ 2 ഗ്യാങ്ങുകൾക്കിടയിൽ വന്നിട്ട് കുറച്ച് പാരവയ്ക്കൽ പരിപാടി നടത്തിയിട്ട് ഈ 2 ഗ്രൂപ്പുകളെയും കൂട്ടിയടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ശ്രമത്തിനിടയിൽ നമ്മുടെ ഹീറോയുടെ അനിയൻ അതിൽപ്പെടുകയും അവസാനം ഈ റൗഡി ഗ്രൂപ്പുകളൊക്കെ വന്നിട്ട് ഹീറോയുടെ അനിയനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഹീറോ ഈ അനിയനെ രക്ഷിച്ചോ ഇല്ലയോ, പിന്നീട് എന്താണ് നടന്നത് എന്നാണ് ഈ പടത്തിൻ്റെ കഥ. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഹീറോ എന്തിനു വരുന്നു, അവിടുന്ന് എന്ത് കാരണം കൊണ്ട് വരുന്നു, പിന്നെ ഈ 2 റൗഡി ഗ്രൂപ്പുകൾ എന്താണ്, നമ്മുടെ പോലീസുകാർ എന്താണ് ചെയ്യുന്നത് എന്നിങ്ങനെ ഉള്ളതും, അതല്ലാണ്ട് ലാസ്റ്റ് ഒരു മേജർ ട്വിസ്റ്റും കൂടെ വെച്ച് ഫസ്റ്റ് ഹാഫ് കുറേ ലാഗില്ലാണ്ട് നന്നായിട്ട് പോയി. പക്ഷേ ഇത് സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പം അങ്ങനെയല്ല, വളരെ ലാഗായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രൈറ്റായി വില്ലൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ വിചാരിക്കും എസ് ജെ സൂര്യ വില്ലൻ ആണോ അതോ അവരുടെ കൂടെയുള്ളവരാണോ വില്ലൻ, അതോ പോലീസുകാരനാണോ വില്ലൻ എന്നിങ്ങനെ ചില കൺഫ്യൂഷനിൽ പോകുന്നു. അതൊരു കഥയുടെ ഒരു വലിയ മൈനസ് പോയിൻ്റായിട്ട് തോന്നി. പടത്തിന് റായൻ എന്ന പേരിന് പകരം വേറെ എന്തെങ്കിലും പേര് വെച്ചിരിക്കുമായിരുന്നു. കാരണം ഒരു കുത്തുസൂചി കൊണ്ട് എല്ലാവരെയും കുത്തി ഒരു 1000 പേരെ കൊല്ലുന്നുണ്ട്. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സന്ദീപ് കൃഷ്ണനായാലും ശരി, കാളിദാസ് ആയാലും ശരി, സെൽവരാഘവനായാലും ശരി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിനൊന്നും ആർക്കും കുറ്റം പറയാനില്ല. ധനുഷ് എപ്പോഴും വന്നിട്ട് ഒരു ഗൗരവമുഖത്തോടെയാണ് കാണിക്കുന്നത്, ചിരിക്കുന്നൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് കുടുംബത്തെ നോക്കിക്കൊണ്ടാണ് എന്ന് പറയും. പടം കഴിയുന്നതിന് മുമ്പൊരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ക്രൗഡ് ഡാൻസ്. അത് വളരെ ബോറായിരുന്നു. പിന്നെ മൊത്തത്തിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓക്കെയാണ്. മറ്റേ സോങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തർക്കമില്ലാത്ത സോങ്സ് ഒരെണ്ണമുണ്ട്. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഈ കഥയെ കുറിച്ച് പറയാനില്ല. ഈ കഥയും കൊണ്ട് നമുക്ക് എന്ത് മോറലാണ് തരുന്നതെന്ന് സംവിധായകൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതൊരു ട്രാജഡി എൻഡിങ്ങും ഇല്ല, കോമഡി എൻഡിങ്ങും ഇല്ല, ഹാപ്പി എൻഡിങ്ങും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് മൂവി. ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗാണ്. തിയേറ്ററിൽ നിന്ന് കാണാം. എന്നാൽ ശരി, ഓക്കെ.